ഒരിക്കൽ ഒരു കാക്ക ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ അത് ഒരു തടാകത്തിൻ്റെ വക്കിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ തടാകത്തിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നത്തിനെ കണ്ടു. അരയന്നത്തിനെ കണ്ടതും കാക്ക ഇങ്ങനെ വിചാരിക്കണം, ഓഹ് എന്തു ഭംഗിയാണ് ഈ അരയന്നത്തിനെ കാണാൻ. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത ഏറ്റവും ഭംഗിയുള്ള ഒരു പക്ഷി എന്ന് പറയുന്നത് അരയന്നമാണെന്ന്. എന്നിട്ട് കാക്ക ചെന്ന് അരയന്നത്തിനോട് പറയുകയാണ്, എന്ത് രസമാണ് നിന്നെ കാണാൻ, നീ ഭാഗ്യം ചെയ്തൊരു പക്ഷിയാണ് എന്ന് അരയന്നത്തിനോട് പറഞ്ഞു. അപ്പോൾ അരയന്നം പറഞ്ഞു, ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ എല്ലാ ദിവസവും ഈ തടാകത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരക്കൊമ്പിൽ ഒരു തത്ത വന്നിരിക്കാറുണ്ട്. അവനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള പക്ഷി തത്തയാണെന്ന്. നീ അവൻ്റെ പച്ചക്കളർ തൂവലുകൾ കണ്ടിട്ടുണ്ടോ? അതൊന്ന് കണ്ടു നോക്കണം, എന്ത് രസമാണ് അവനെ കാണാനെന്ന്. അപ്പോൾ കാക്ക വിചാരിച്ചു, അങ്ങനെ ഒരു പക്ഷിയുണ്ടോ, എന്നാൽ ശരി പോയി ഒന്ന് തത്തയെ കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് കാക്ക പറന്ന് തത്തയെ അന്വേഷിച്ച് പോയി. അവസാനം അവൻ തത്തയെ കണ്ടുപിടിച്ചു. അപ്പോൾ തത്തയെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള പച്ച തൂവലുകളും അതുപോലെ ചുമന്ന ചുണ്ടും ഒക്കെയുള്ള ഒരു സുന്ദരൻ പക്ഷി. അപ്പോൾ തത്തയോട് പറയുകയാണ്, അരയന്നം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല, നിന്നെ കാണാൻ എന്ത് രസമാണ് നിന്റെ പച്ച തൂവലുകൾ, നീ വളരെ ഭാഗ്യം ചെയ്ത ഒരു പക്ഷിയാണ്, ഇത്രയും സുന്ദരനായി നീ ജനിച്ചല്ലോ എന്ന്. അപ്പോൾ തത്ത പറയുകയാണ്, നീ മയിലിനെ കണ്ടിട്ടുണ്ടോ, മയിലിനെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, എന്നാൽ മയിലിനെ കണ്ടേക്കാം എന്ന് വിചാരിച്ച് തത്ത മയിലിനെ അന്വേഷിച്ച് പോവുകയാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ടും അവസാനം മയിലിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം പറന്ന് ഒരു കാഴ്ച ബംഗ്ലാവിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള നീലയും പച്ചയും ചേർന്ന് പീലികളുള്ള ഒരു സുന്ദരൻ പക്ഷിയെ അങ്ങനെ കാക്ക കാണുകയാണ്. അപ്പോൾ കാക്ക ചെന്ന് ചോദിച്ചു, നീയാണല്ലേ മയിൽ, എന്ത് രസമാണ് നിന്നെ കാണാൻ, നീ ഇത് ഭാഗ്യം ചെയ്ത പക്ഷിയാണ്, നോക്ക് എൻ്റെ കറുത്ത തൂവലുകൾ കണ്ടില്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ല, നിന്നെ കാണാൻ എത്ര പേരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് എന്ന് മയിലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മയിൽ പറഞ്ഞു, എൻ്റെ കാക്കേ, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആളുകൾ മുഴുവൻ എന്നെ കാണാൻ തടിച്ചു കൂടുമ്പോൾ ഞാൻ എവിടെയാണ്, എന്താണ് എൻ്റെ അവസ്ഥ, ഞാനിവിടെ ബന്ധനസ്ഥനാണ്. അപ്പോൾ നീ ഇങ്ങനെ നിനക്കിഷ്ടമുള്ള രീതിയിൽ ആകാശത്തോടെ പാറിപ്പറന്ന് നടക്കുകയാണ്. ഈ കാഴ്ച ബംഗ്ലാവിലെ പല അറകളിലും പല തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ കാക്കി ആരും കൂട്ടിലടയ്ക്കുകയില്ല. ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പക്ഷി അപ്പോൾ ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് കാക്കയോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും കാക്ക കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പറന്ന് പോവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളും ജീവിതത്തിൽ പലപ്പോഴും നമുക്കുള്ള പ്രിവിലേജസിനെ കുറിച്ച്, നമുക്കുള്ള കഴിവുകളെക്കുറിച്ച്, നമ്മളുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ഇഗ്നറൻ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് അതുണ്ട് ഇതുണ്ട് അവരൊക്കെ എത്ര ഭാഗ്യം ചെയ്തതാണെന്ന് ചോദിക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മളുടെ അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു വലിയ കമ്മ്യൂണിറ്റി ചിലപ്പോൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ടാകും. അപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കാനും അതിൻ്റെ അകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.